Hello friends, welcome to my channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് how to solve a Rubik's cube ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഫസ്റ്റ് നമ്മൾ യെല്ലോ പീസ് ടോപ്പിൽ റുബിക്സ് ക്യൂബിനെ കൊണ്ടുവന്നിട്ട് ഈ യെല്ലോയുടെ ചുറ്റും ഒരു വൈറ്റിൻ്റെ ക്രോസ് കൊണ്ടുവരണം, ഫോം ചെയ്യണം. ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ക്രോസ് യെല്ലോയുടെ ചുറ്റും വൈറ്റിൻ്റെ ഫോം ചെയ്തിട്ട് ഇനിയും ഈ വൈറ്റിൻ്റെ സൈഡിലുള്ള കളേഴ്സ് ഈ സൈഡിലുള്ള സെൻറ്റർ പീസുമായിട്ട് അലൈൻ ചെയ്യണം. ഇപ്പോൾ റെഡ് അലൈൻ ആണ്, സോ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ യെല്ലോയുടെ സൈഡിലുള്ള വൈറ്റ് പീസ് നേരെ വൈറ്റിൻ്റെ സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അടുത്തത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ബ്ലൂ ഇങ്ങനെ നമ്മൾ ടോപ്പിലെ 2 ലെയേഴ്സ് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ബ്ലൂ അലൈൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും നേരെ ഇങ്ങനെ കറക്കുന്നു, വൈറ്റിൻ്റെ അവിടെ കൊണ്ടുവരുന്നു. അടുത്ത നമ്മുടെ ഇവിടെ ഗ്രീൻ ആണുള്ളത്, ഗ്രീൻ അലൈനായി നമ്മൾ നേരെ ഇങ്ങനെ കറക്കും. ഇനി ലാസ്റ്റ് വൈറ്റ് പീസ് ഓറഞ്ച് ആണ് ഇവിടെ, ഓറഞ്ച്. സോ ഇവിടെ വൈറ്റിൻ്റെ ഒരു ക്രോസ് ഫോമായി, സെൻറ്ററല്ല അലൈനുമായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കോർണർ പീസസ് എങ്ങനെ വൈറ്റിൻ്റെ സോൾവ് ചെയ്യാമെന്നാണ്. വൈറ്റ് നമ്മൾ നേരെ താഴേക്ക് പിടിക്കുക, എപ്പോഴും യെല്ലോ ടോപ്പിലേക്ക് പിടിക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമുക്ക് ഈ ഗ്രീൻ ഉള്ള പാർട്ടിലെ വൈറ്റ് സോൾവ് ചെയ്യാം. അതിന് നമ്മൾ വൈറ്റ് ഇങ്ങനെ വൈറ്റ് താഴേക്ക് പിടിച്ചിട്ട് ഒരു വൈറ്റ് പീസ് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇതൊരു വൈറ്റ് പീസാണ്. നമ്മൾ ആ വൈറ്റ് പീസ് എടുക്കുന്നു. നമ്മൾ ഇപ്പോൾ ഇവിടെ ടോപ്പിൽ കിടക്കുന്ന വൈറ്റ് പീസാണ് എപ്പോഴും കൊണ്ടുവരാൻ സിമ്പിൾ. ഫസ്റ്റ് നമ്മൾ വൈറ്റ് താഴേക്ക് പിടിച്ച് എവിടെയാണോ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ ഓറഞ്ചിൻ്റെ സ്ഥലത്താണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓറഞ്ച് നമ്മളെ ഫേസ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ ഒരു വൈറ്റ് പീസും ഇവിടെ ഉണ്ട്. നമ്മൾ ഈ വൈറ്റിൻ്റെ സൈഡിലുള്ള കളർ റെഡാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റെഡുമായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്ത് അലൈൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അലൈനായി റെഡും സെൻറ്റർ പീസുമായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്യണം. എന്നിട്ട് ഈ വൈറ്റ് പീസ് നമ്മളെ ഫേസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് റെഡ് ഇങ്ങനെ അലൈൻ ആയത്, അതുകൊണ്ട് ടോപ്പ് ലെയർ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. ദെൻ ലെഫ്റ്റ് സൈഡ് മേളിലേക്ക് ഉയർത്തുക. എന്നിട്ട് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തിരിച്ച ടോപ്പ് ലെയർ തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കുക, മേളിലോട്ട് പൊക്കിയ സൈഡിലത്തെ ലെയർ തിരിച്ച് താത്തുക. അപ്പം ഇവിടെ ഇത്രയും വൈറ്റ് ഫോമായി, ഇങ്ങനൊരു ലെയറും ഫോമായി. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു വൈറ്റാണ് കൊണ്ടുവരാൻ പോകുന്നത്. ടോപ്പ് ലെയറിൽ എവിടെയെങ്കിലും വൈറ്റ് കിടപ്പുണ്ടെന്ന് നോക്കുക. ഇവിടെ ഒരു വൈറ്റ് കിടപ്പുണ്ട്. ഈ വൈറ്റിൻ്റെ സൈഡിൽ ബ്ലൂ ആണ്. ബ്ലൂ നമ്മൾ ഇങ്ങനെ അലൈൻ ചെയ്തു. ഇനി നമ്മൾ അലൈൻ ചെയ്തത് നമ്മുടെ നേരെ പിടിക്കുക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ ഇങ്ങനെ അലൈൻ ആയതുകൊണ്ട് റൈറ്റിലേക്ക് ഈ വൈറ്റ് പീസ് റൈറ്റിലേക്ക് ടോപ്പ് ലെയർ തിരിക്കുക. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ലെയർ മേളിലേക്ക് പൊക്കുക. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തിരിച്ച ടോപ്പ് ലെയർ തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കുക. നമ്മൾ പൊക്കിയ സൈഡിലത്തെ ലെയർ താത്തുക. ഇപ്പോൾ റെഡിൻ്റെ ഒരു ലെയർ തന്നെ ഫോമായി കഴിഞ്ഞു. ബിക്കോസ് ഇവിടെ ഇത്രയും വൈറ്റും വന്നു, ഇവിടെ ഇത്ര റെഡും വന്നു. ഇനി ഈ 2 പീസസ് ആ സെയിം സ്റ്റെപ്പിലൂടെ ഇവിടെ ടോപ്പിലൊരു വൈറ്റ് കിടപ്പുണ്ട്. ആ വൈറ്റിൻ്റെ സൈഡിലുള്ള കളർ ഓറഞ്ചാണ്. ഓറഞ്ച് നമ്മളിങ്ങനെ അലൈൻ ചെയ്തു. എന്നിട്ട് ഈ വൈറ്റ് നമ്മുടെ നേരെ പിടിക്കുന്നു. നമ്മൾ ഓറഞ്ച് ഇവിടെ ആണ്, അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്നു. സൈഡിലത്തെ ലെയർ ടോപ്പിലേക്ക് പൊക്കുന്നു, തിരിച്ച് തിരിക്കുന്നു. ഈ സൈഡിലത്തെ ലെയർ താഴേക്കാക്കുന്നു. ഇപ്പോൾ ഇത്രയും ഫോമായി, ഇത്രയും കളറിൻ്റെ ഫസ്റ്റ് ലെയറും ഫോമായി. ഇനി ഈ ഒരു പീസ് ഇനി എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കാം. ഇവിടെ വരേണ്ട വൈറ്റ് പീസ് ഇവിടെ യെല്ലോയുടെ ഇവിടെ ടോപ്പിലാണ് കിടക്കുന്നത്. ടോപ്പിൽ കിടക്കുമ്പോൾ നമുക്ക് ഇവിടാണ് വൈറ്റ് വരേണ്ടത്, പക്ഷേ വൈറ്റ് പീസ് കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ നേരെ പിടിക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ വൈറ്റ് വരേണ്ടത് ആ സൈഡ് പൊക്കുക. ടോപ്പിൽ ഇങ്ങനെ 1 റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടോപ്പ് ലെയർ പൊക്കി ഇവിടേക്ക് കൊണ്ടുവരിക. അതാണ്ടേ നമ്മൾ ഇവിടെയാണ് വൈറ്റ് കിടന്നത്. നമ്മൾ ഇവിടം പൊക്കി എന്നിട്ട് നേരെ
ഇങ്ങനെ തിരിക്കുന്നു. അപ്പം എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ താഴത്തേക്ക് തിരിക്കുമ്പോൾ ഇതിവിടെ അലൈനായി, ഇത് വൈറ്റ് താഴെ വന്നു. ഇനി നമ്മൾ നേരത്തെ സ്റ്റെപ്പ് പോലെ തന്നെ വൈറ്റിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് ഗ്രീനാണ്, ഗ്രീനും വൈറ്റും അലൈനാണ്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് സൈഡ് പൊക്കുക, തിരിച്ച് കൊണ്ടുവരിക, ലെഫ്റ്റ് സൈഡ് താക്കുക. അപ്പം ഫസ്റ്റ് ലെയർ നമ്മുടെ സോൾവായി, വൈറ്റും സോൾവായി. ഇനിയും സെക്കൻഡ് ലെയർ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്.